നാം സാധാരണയായി കഴിക്കുന്ന മരുന്നുകളും ലൈംഗിക ഉദ്ധാരണ ശേഷിയും തമ്മിൽ ബന്ധമുണ്ടോ? അല്ലെങ്കിൽ മരുന്നുകൾ കാരണം ഉദ്ധാരണ ശേഷിക്കുറവ് സംഭവിക്കാമോ? 20 മുതൽ 25% ലൈംഗിക ഉദ്ധാരണ ശേഷിക്കും ലൈംഗിക അപര്യാപ്തതയും കാരണം മരുന്നുകളാകാമെന്ന് വിദേശ രാജ്യങ്ങളിലെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷാദ് എസ്.കെ. ഞാൻ സംസാരിക്കുന്നത് മരുന്നുകളും ഉദ്ധാരണശേഷിക്കുറവിനെ കുറിച്ചുമാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ലൈംഗിക അപര്യാപ്തതയുടെയും ഉദ്ധാരണശേഷിക്കുറവിൻ്റെയും വിവിധ മെഡിക്കൽ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ മരുന്നും ലൈംഗിക അപര്യാപ്തതയും ഉദ്ധാരണശേഷിക്കുറവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നാം ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുത്ത് മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ. അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം തീരുമാനമെടുത്ത് മരുന്നുകളൊന്നും നിർത്താൻ പാടില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. ഉദാഹരണത്തിന്, അമിത രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലല്ലാത്തൊരു വ്യക്തി കഴിഞ്ഞ 30 മുതൽ 40 കൊല്ലങ്ങളായി അമിത രക്തസമ്മർദ്ദമുള്ള ഒരാൾ ആ രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട് ഒരു മരുന്ന് കൂടെ ഡോക്ടർ ചേർത്തപ്പോൾ പെട്ടെന്ന് ലൈംഗിക ഉദ്ധാരണശേഷി കുറഞ്ഞു എന്നൊരു അനുഭവം ഉണ്ടായി. ഇവിടെ നാം നോക്കേണ്ടത് 20-30 കൊല്ലങ്ങളായി അമിത രക്തസമ്മർദ്ദമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ നിയന്ത്രണത്തിലല്ല, അതിനുവേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പുതിയതായി ഒരു മരുന്ന് തുടങ്ങിയതോടുകൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നാം തുടങ്ങിയ മരുന്നിന് തിയററ്റിക്കലി അല്ലെങ്കിൽ മെഡിക്കലി ഉദ്ധാരണശേഷി കുറയ്ക്കാമെങ്കിലും ഒരു പക്ഷേ മരുന്നാകണമെന്നില്ല ഈ ഉദ്ധാരണശേഷിക്കുറവിന് കാരണം. കൊല്ലങ്ങളായി നാം ചികിത്സിക്കുന്ന കാരണങ്ങൾ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിന് പലതരം ദോഷം ആ അസുഖം കാരണമുണ്ട് എങ്കിൽ ഒരു പക്ഷേ ആ കാരണമാകാം ഉദ്ധാരണശേഷിക്ക് പ്രധാനമായിട്ടുള്ള കാരണം. ഇത് പ്രമേഹമുള്ളവരിൽ, ഹൃദ്രോഗമുള്ളവരിൽ, അമിത രക്തസമ്മർദ്ദമുള്ളവരിൽ, സൈക്യാട്രിക് പരമായിട്ടുള്ള സിസോഫ്രീനിയ, ഡിപ്രഷൻ, OCD, മാനിയ, ആ തരത്തിൽ പറയുന്ന അസുഖങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്ന പലരിലും, പ്രത്യേകിച്ചും ഹോർമോൺ സംബന്ധമായ മരുന്നുകൾ കഴിക്കുന്നവരിലും എല്ലാം ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. സ്വയം തീരുമാനം പാടില്ല. പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്? ഈ വീഡിയോ പ്രധാനമായും ഈ ലൈംഗിക ശേഷി കുറവുള്ള ഒരാൾ മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ അത് ഡോക്ടറുമായി പറയാറില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് മരുന്നുകളെക്കുറിച്ച് വ്യക്തമായി പറയുന്നതാണ്. ആ മരുന്ന് കഴിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഡോക്ടറിന് അത് അളന്ന് നോക്കാൻ സാധിക്കും. ഈ മരുന്ന് കൊണ്ട് ഗുണമാണോ കൂടുതൽ, ഈ മരുന്ന് കൊണ്ട് ദോഷമാണോ കൂടുതൽ, ഈ മരുന്ന് കൊണ്ട് ദോഷമുണ്ടെങ്കിൽ ആ ദോഷം കൊണ്ടാണോ നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള അപര്യാപ്തത അഥവാ ലൈംഗിക ഉദ്ധാരണശേഷി കുറയുന്നത് എന്നുള്ളത് ഒരു ഡോക്ടർ നോക്കി തീരുമാനിക്കും. ഇനി ആ ദീർഘമായ ഒരു ലിസ്റ്റിലേക്ക് ഞാൻ കടക്കാം. അതിന് തൊട്ട് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരും ഉദ്ധാരണശേഷിക്കുറവിന് വേണ്ടി പല ഡോക്ടർമാരെയും കാണുകയും പല ചികിത്സകൾ അവലംബിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്നത് പലപ്പോഴും ന്യൂസ് പേപ്പറിലും മാഗസീനിലും സോഷ്യൽ മീഡിയയിലും മറ്റും പരസ്യം കണ്ട് ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മരുന്ന്, എന്താണ് മരുന്ന് എന്ന് പോലും അറിയാതെ തന്നെ പോയി വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്ത്യയിലല്ല വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് മരുന്നിൽ അതിന് ആക്റ്റീവായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിൽ പോലും ഇതിന് ഒരു 30% ലൈംഗിക
അപര്യാപ്തതയിലേക്കും ലൈംഗിക ഉദ്ധാരണശേഷിക്ക് കുറവിനും 30% വ്യത്യാസം കാണുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നു. ഇതിനെ പറയുന്നത് പ്ലാസിബോ എഫക്റ്റ് എന്ന്. പ്ലാസിബോ എഫക്റ്റ് എന്നാൽ അത് മോശമായ ഒരു കാര്യമല്ല, പക്ഷേ അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം, ആ മരുന്നിൽ ഒരു സുഹൃത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോലെ അസുഖങ്ങളുടെ ബന്ധങ്ങളും അസുഖങ്ങളുടെ സങ്കീർണതകളും കാരണമാണ് എന്ന് പറയാതെ, പുകവലി നിർത്താൻ പറയാതെ, മദ്യപാനം നിർത്താൻ പറയാതെ, നിങ്ങൾക്ക് ഒരു മരുന്ന് എവിടെ നിങ്ങൾ കിട്ടുമ്പോൾ ആ മരുന്ന് കഴിക്കുമ്പോൾ മാറുന്ന ഒരു വ്യത്യാസം. അപ്പോൾ അതൊരു പ്ലാസിബോ എഫക്റ്റ് കൊണ്ടാണ് എന്ന് പറയും. എന്നാൽ അതിനോട് ഓപ്പോസിറ്റായിട്ടുള്ള അതിൻ്റെ എതിർവശം എന്തെന്നാൽ ഒരു നോസിബോ എഫക്റ്റ് എന്ന് പറയും. നോസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റുകളെല്ലാം ഇൻ്റർനെറ്റിൽ നോക്കി നിങ്ങൾ കൊല്ലങ്ങളായി കഴിക്കുന്ന മരുന്നുകൾ ആണ് എന്ന് നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിക്കുന്ന മരുന്ന് കൊണ്ട് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇനി നാളെ മുതൽ എനിക്ക് ലൈംഗിക ഉദ്ധാരണശേഷി കുറഞ്ഞാലോ എന്നൊരു ചിന്ത വരികയാണെങ്കിൽ നിങ്ങളെ അത് ദോഷമായി, നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ ദോഷമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ പറയുന്ന വാക്കാണ് നോസിബോ എഫക്റ്റ് എന്ന്. അപ്പോൾ ഞാനിനി ആ ലിസ്റ്റിലേക്ക് പോകുന്നതാണ്. വിവിധ തരത്തിലുള്ള മരുന്നുകൾ കാരണം ഉദ്ധാരണശേഷി കുറവുണ്ടാകാം. പ്രധാനമായും നാം ഉപയോഗിക്കുന്ന മരുന്നുകളിൽ രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ, അമിലോഡിപ്പിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. അതിന് ഈ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ചെറിയൊരളവിൽ ഉണ്ട്. അതുപോലെ തന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ആറ്റിനോൾ, മെറ്റോപ്രലോൾ, കാർഡിവലോൾ എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകൾക്ക് ഉദ്ധാരണശേഷി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ, റിസർപ്പിൻ ഒന്നും ഇപ്പം തീരെ ഉപയോഗിക്കാത്തൊരു മരുന്നാണ്. അതുപോലെ ശരീരത്തിൽ നിന്ന് നീര് കുറയ്ക്കുന്ന തരം മരുന്നുകൾ, അതിൻ്റെ ഡയൂറിറ്റിക്സ് എന്ന് പറയും. അതിൽ പ്രധാനമായും ടയസൈഡ്സ് ഡയൂറിറ്റിക്സ്, പിന്നെ സ്പൈറനോലാക്ടോൺ എന്ന് പറയുന്ന ഒരു മരുന്ന്, ഹാർട്ട് ഫെയിലിയർ എന്നുള്ള അസുഖവും രക്തസമ്മർദ്ദവും ഉള്ള ഒരാളിൽ കൊടുക്കുന്ന മരുന്നാണ് ഈ സ്പൈറനോലാക്ടോൺ. കോമൺലി നമ്മൾ പറയുന്ന ആൽഡാക്ടോൺ എന്നാണ് ആ മരുന്നിൻ്റെ പേര് പറയുന്നത്. അതുപോലെ ഹാർട്ടിൻ്റെ അസുഖത്തിന് വേണ്ടി നൽകുന്ന മരുന്ന് ഡിജോക്സിൻ എന്ന് പറയുന്ന മരുന്നും ക്ലോഫിബ്രേറ്റ് എന്ന് പറയുന്ന മരുന്നുകളും മറ്റും. പ്രധാനമായും മാനസിക അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ സെലക്റ്റീവ് സെറട്ടോണിൻ റിയപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന SSRI എന്ന് പറയുന്ന മരുന്നുകൾക്ക് പ്രധാന കാരണമാണ്. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറയുമ്പോൾ അമിട്രിപ്ലിൻ, നോട്രിപ്ലിൻ എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകളാണ്. അവയ്ക്കും ലിഥിയം, പിന്നെ മോണാമിൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന മരുന്നുകൾ. അപ്പോൾ വിവിധ തരം ആൻറ്റി ഡിപ്രസൻസിന് ലൈംഗിക അപര്യാപ്തത ഉണ്ടാക്കാം. അത് മാനസികമായിട്ടുള്ള അതും ഉദ്ധാരണശേഷിക്കും സ്ഖലനത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കാം ഈ തരത്തിലുള്ള മരുന്നുകൾ. അതുപോലെ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ H2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്, ആൻറ്റഗണിസ്റ്റ് എന്ന് പറയും. അത് പ്രധാനമായും ഗ്യാസിന് വേണ്ടിയിട്ട്, ആസിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റാനിറ്റിഡിൻ, സിമിറ്റിഡിൻ എന്ന് പറയുന്ന മരുന്നുകൾ. ഇവയെല്ലാം വളരെ ദീർഘനാൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവപ്പെടുന്നത്. പക്ഷേ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകൾക്ക് ഈ തരത്തിലുള്ള ദൂഷ്യവശങ്ങൾ ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഹോർമോൺസ് പ്രൊജെസ്ട്രോൺ, ഈസ്ട്രജൻ, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, 5-alpha reductase ഇൻഹിബിറ്റേഴ്സ്, ഈ തരത്തിലുള്ള മരുന്നുകൾക്കും ലൈംഗിക ഉദ്ധാരണശേഷി ഉണ്ടാക്കാം. പിന്നെ കീമോതെറാപ്പി ഏജൻറ്റ്സ് എന്ന് പറയുന്ന സൈക്ലോഫോസ്ഫോമൈഡ്, മീത്തോട്രക്സേറ്റ് മരുന്നുകൾ, പിന്നെ മദ്യപാനവും കൊക്കൈൻ അഥവാ മറ്റു മയക്കുമരുന്ന് ഉപയോഗങ്ങളെല്ലാം ലൈംഗിക അപര്യാപ്തത ഉണ്ടാക്കാവുന്നവയാണ്. ഇവ പറയുമ്പോൾ ആൻറ്റി ഡിപ്രസൻസ് മരുന്നുകളെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറയുന്ന മരുന്നുകൾ വളരെയേറെ ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന്. അപ്പോൾ ആ മരുന്നുകൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഗുണകരമായ മാറ്റങ്ങൾ എന്താണെന്ന് നാം അളന്നു നോക്കി ആ വ്യത്യാസം
ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്ന് ഉടനെ മാറ്റി അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മാറ്റുന്നത് നിങ്ങൾ എന്തിന് ചികിത്സിക്കുന്നുവോ ആ അസുഖം വഷളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വശങ്ങളെല്ലാം ഉൾക്കൊള്ളുക. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മരുന്നുകൾ കാരണമാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് സ്വയം വിലയിരുത്തി തീരുമാനിക്കാൻ പാടില്ല. എപ്പോഴും നാം എന്തിനാണോ ചികിത്സ എടുക്കുന്നത് ആ അസുഖം കാരണവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ഉദാഹരണശേഷിക്കുറവിന് ലൈംഗിക അപര്യാപ്തതയ്ക്കും 20 മുതൽ 25% സാധ്യത മരുന്നുകൾ കാരണമുണ്ട്. പക്ഷേ മരുന്നുകളാണ് കാരണമെന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾ, നല്ല രീതിയിലുള്ള ആഹാരം, ഉദാഹരണത്തിന് അന്നജത്തിൻ്റെ അളവ് കാര്യമായി കുറയ്ക്കുക, കൊഴുപ്പിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക, നല്ല രീതിയിൽ ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്വയം വിലയിരുത്തുക, 6 മുതൽ 7 മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പുകവലിയുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിർത്തേണ്ടത് പുകവലിയാണ്. ഒരു മരുന്നോ അല്ലെങ്കിൽ മറ്റു ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടോ ആണ് എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പുകവലി പൂർണ്ണമായി ഒഴിവാക്കാൻ നോക്കുക. ലൈംഗികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരാൾ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മയക്കുമരുന്നുകളോ മറ്റു മരുന്നുകളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ഈ വീഡിയോയുടെ ഉദ്ദേശം ഞാൻ പ്രധാനമായും നേരത്തെ പറഞ്ഞു. ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു തുറന്ന സംഭാഷണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷനിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുമായി തുറന്ന് ചോദിച്ച് അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കി അതിൽ മരുന്നുകൾക്ക് മാറ്റം, അതുപോലെ തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തുകൊണ്ടാണ് ലൈംഗിക അപര്യാപ്തത അഥവാ ഉദാഹരണശേഷി കുറവുണ്ടാകുന്നത് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.